PSC കോഴയാരോപണത്തിൽ CPIM നേതൃത്വത്തിനും പാർട്ടി കൺട്രോൾ കമ്മീഷനും പരാതി നൽകും എന്ന് ആരോപണത്തിൽ നടപടി നേരിട്ട പ്രമോദ് കോട്ടൂളി 24-നോട്. പരാതിക്കാരനായ ചേവായൂർ സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ ഇതുവരെ പോയിട്ടില്ല. തിരക്കഥയുണ്ടാക്കി തനിക്കെതിരെ ചിലർ പ്രവർത്തിച്ചുവെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു. സ്വാഭാവികമായിട്ട് സംസ്ഥാന നേതൃത്വമുണ്ട്, പാർട്ടി കൺട്രോൾ കമ്മീഷനുണ്ട്. ആ പാർട്ടി കൺട്രോൾ കമ്മീഷൻ്റെ ഉൾപ്പെടെ ഇത് എത്തിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കും. ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ പോവാതെ ശ്രീജിത്തിന്റെ വീട്ടിൽ പോയെന്നും അയാളെ ഭീഷണിപ്പെടുത്തിയെന്നും അയാളോട് പണം വാങ്ങിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ശ്രീജിത്തും ഞാനും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടിന്റെ കാര്യം നടക്കണ്ടേ? അത് അവർ പുറത്തു വരട്ടെ. അപ്പം നുണ പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. PSC കോഴയാരോപണത്തിൽ കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ ജനകീയ വിചാരണ നടത്തും. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, ആദ്യം പ്രമോദ് കോട്ടൂളി ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വേണു, പ്രമോദ് കോട്ടൂളി പറഞ്ഞത് ഈ ഒരു സംഭവത്തിൽ, ഈ PSC കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചന, അതായത് നേരത്തെ ഉന്നയിച്ചതാണ്, തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. തനിക്കെതിരെ ആരാണ് പ്രവർത്തിച്ചത്, അവർക്കെതിരെ അല്ലെങ്കിൽ അവരെ പേരുൾപ്പെടെ തെളിവ് സഹിതം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെയും ഒപ്പം തന്നെ പാർട്ടി കൺട്രോൾ കമ്മീഷനെയും സമീപിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, പോലീസിനെ സമീപിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനാവശ്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മാത്രമല്ല, പോലീസിൽ നിന്നും തനിക്ക് നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രമോദ് പറയുന്നു. മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നശിപ്പിക്കാൻ ഒരു ഗൂഢാലോചന നടക്കുന്നു. ഒരു സഖാവ് മറ്റൊരു സഖാവിനെ നശിപ്പിക്കരുത് എന്നാണ് പ്രമോദിന്റെ വാക്കുകൾ. ആരാണ് ഇത്തരം ഒരു പ്രമോദിനെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ആ പേര് പറയുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആ പേര് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയില്ല. കൃത്യമായി തന്നെ പേരും തെളിവും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും ഒപ്പം തന്നെ കൺട്രോൾ കമ്മീഷനും നൽകും. പോലീസിന്റെ മുന്നിലും പറയും, കോടതിയിലും പറയും. ഏത് അന്വേഷണ ഏജൻസിക്ക് മുന്നിലാകണം പോകണോ അവിടെയൊക്കെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോകും എന്നാണ് പ്രമോദ് കോട്ടൂളി പറഞ്ഞിട്ടുള്ളത്. വേണു, മിഥില, എന്താണ് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിയുടെ വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്. ഈ ഒരു ആരോപണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇക്കാര്യത്തിലാണ് ജനകീയ വിചാരണ നടക്കുകയും മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിക്കുകയും ചെയ്തത്. വേണു, ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.